ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, ഫസ്റ്റ് പേഴ്സണൽ റീഡിങ്സ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര കാലം ഇങ്ങനെ ചെയ്യുന്നറിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിവിടെ എടുത്ത് പറയുന്നത്. ബിക്കോസ് ഇടയിലിടയിൽ ഞാൻ നിർത്തും. ഓക്കെ, പിന്നെ ആ ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, എയ്ത്തിന് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റിയുടെ അത് എയ്ത്തിന് ചെയ്യുന്നത് ഓൾറെഡി ഫുള്ളായി. ഫസ്റ്റ് സെഷനുള്ളത് ഫുള്ളായിട്ടുണ്ട്. ബട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സെഷനിലേക്ക് നിങ്ങളെ ചേർക്കാൻ പോലെ ചെയ്യാം. ബട്ട് എനിവേ അത് നെക്സ്റ്റ് ഡേറ്റ് ഞാൻ 15th പറ്റും തോന്നുന്നില്ല. സോ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടായിരിക്കും, ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് ആയിരിക്കും. ബട്ട് എനിവേ ഇപ്പോൾ ഉള്ളത് ഫുള്ളായി. ഫസ്റ്റ് തിങ് അതാണ്. ടാറോ പഠിക്കാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക. അതിങ്ങനെ ഞാൻ ഒരു പുതിയ ബാച്ച് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. 1-2 പേര് ജോയിൻ ആയിട്ടുണ്ട്. സോ അങ്ങനെ അതിന് വേണ്ടവരും കോൺടാക്ട് ചെയ്യൂ. ടാറോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, അതായത് നിങ്ങൾക്ക് സ്വയം എടുക്കാനും അത് ആക്ച്വലി നിങ്ങൾക്ക് ലൈഫ് കൂടി, നിങ്ങളുടെ ലൈഫിലേക്ക് കൂടി പല കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് ഗൈഡൻസ് എടുക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇവൻ സ്വന്തമായിട്ട് പിന്നീട് ചെയ്യാനായാലും ഒക്കെ നിങ്ങൾ പഠിക്കുന്ന പോലെ ഇരിക്കും. പക്ഷേ ഓക്കെ, സോ താല്പര്യമുള്ളവർ അതിനും കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുത്തേക്കാം. ആൻഡ് ഫുൾ മൂൺ ഐ തിങ്ക് എല്ലാവർക്കും നല്ലോണം എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ വളരെ ഹെവി എനർജി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന രീതിക്ക് നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഗൈഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് യൂണിവേഴ്സ് സേയിങ്? 7 of Swords ആണ് ആദ്യം തന്നെ ചാടി വെച്ചേക്കാം. ഓക്കെ, ഐ തിങ്ക് ഇത് തന്നെയായിരുന്നു നമ്മുടെ എനർജി ഇന്നലെയൊക്കെ വന്നതും. ഓക്കെ, നമുക്ക് നോക്കാം. 7 of Swords, Hierophant, 7 of Wands വന്നിട്ടുണ്ട്, വേൾഡ് കാർഡ്, വൺ മോർ, ഫുൾ. ഓക്കെ, Ace of Cups, വെരി നൈസ്. ഓക്കെ, സി ഇവിടെ നിങ്ങൾക്ക് അഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ എനർജി വളരെ ഹൈ എനർജി ആയിരുന്നു. വളരെ ഒരു എന്താ പറയുക, എല്ലാവരും ഐ തിങ്ക് എനിക്ക് കുറേ മെസ്സേജസും വന്നിട്ടുണ്ട്, പേഴ്സണൽ മെസ്സേജസും വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ. ലൈക്ക് എല്ലാവരും ഒരു ഹെവി എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. സോ ഇവിടെ എനിക്ക് കാണുന്നതും ഓക്കെ ഒരു അവോയ്ഡിങ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. അവോയ്ഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അവോയ്ഡിങ് ആണ്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ നല്ലതല്ല, നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ എന്തോ ശരിയല്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാവാത്ത പോലെയാണ്. ഓക്കെ, നിങ്ങളൊരു അവോയ്ഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പറയില്ലേ, റിയൽ സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുന്നതായിരിക്കാം. അതായത് നമ്മളിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ മടി പിടിച്ച് നിങ്ങൾ മാറ്റിവെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എടുക്കാനുള്ള ആക്ഷൻസ് മാറ്റിവെക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അവോയ്ഡിങ് ഉണ്ട്. അതായത് ശരിക്കും നമ്മൾ പറയില്ലേ, റിയാലിറ്റി നമ്മുടെ മുമ്പിൽ അറിഞ്ഞിട്ടും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത്. ഓക്കെ, നമ്മളുടെ ഒരു അവോയ്ഡിങ് എന്ന രീതിക്ക് എടുക്കുക അവിടെ. പിന്നെ ഒരു കാര്യം, ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി ഇന്നലെയും നമ്മൾ ആ ഡബിൾ എനർജിയും വളരെ ഇതായിട്ടൊക്കെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി പറയാണ്. ഓക്കെ, ഇന്നലെ ഫോളോ ചെയ്തവർ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കുറച്ച് പേര് ചീറ്റിംഗ് എനർജി ആയിരിക്കാം, കുറച്ച് പേർക്ക് ഒരു നിങ്ങളുടെ പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന രീതിയിലാണ്, മറിഞ്ഞിരിക്കുന്ന രീതിയിലുണ്ട്, ഹിഡൻ കാര്യങ്ങളുണ്ട്, സീക്രട്സ് ഉണ്ട് എന്നുള്ള രീതിക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത് ഇവിടെ അഗൈൻ ഇപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിലും ഇത് ലൈഫിൽ ഓരോ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യാം. ലൈക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചതിവ് പറ്റുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, ലൈഫിൽ, ഫാമിലിയുടെ ഭാഗത്തു നിന്ന്, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന്, എന്ത് തന്നെയായാലും ഓക്കെ ഇവിടെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ്സിൽ ഒക്കെ നോക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ വാർണിംഗ് ആണ് ഇവിടെ വരുന്നത്, ശ്രദ്ധിക്കാനുണ്ട്, സൂക്ഷിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ, ഈ ഒരു എനർജി പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ എപ്പോൾ കണ്ടാലും റെസനേറ്റ് ആവും കേട്ടോ. ഫുൾ മൂൺ സമയത്ത് ആവണം നിർബന്ധമില്ല. അപ്പോൾ ഇത് ഏത് കാലത്ത് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവും. സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളതിനെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മേ ബി നിങ്ങളെ മറിഞ്ഞ് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുകൂടിയൊരു സൂചനയാണ്. ഇവിടെ ഹൈറോഫൻ്റ് ഉണ്ട്. ഹൈറോഫൻ്റ് പറയുമ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, മേ ബി ആരോടെങ്കിലും നിങ്ങൾ ഗൈഡൻസ് ചോദിക്കുക. ഓക്കെ, ആരോടെങ്കിലും അഡ്വൈസ് എടുക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടി വരുന്ന
പോലെയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കൂടുതൽ ഇത് ആക്ച്വലി ഒരു പഠിക്കുന്ന കാര്യം കൂടി പറയും നമ്മൾ. സോ ചില കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്ന രീതി കൂടി എടുക്കാറുണ്ട്. സോ മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അതിന് വേണ്ടി ആരോടെങ്കിലും അഡ്വൈസ് എടുക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സിറ്റുവേഷൻസ് ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതൊന്ന് ശ്രമിക്കാം. മാത്രമല്ല ഇത് നിങ്ങളെ കൂടി സ്പിരിച്വലി ഒന്ന് ഉയർത്തുന്ന രീതിക്കും കൂടിയാണ്. ഓക്കെ, നിങ്ങളെ കുറച്ചുകൂടി സ്പിരിച്വലി അതായത് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാം, കൂടുതൽ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം വരുന്നുണ്ടാവും ഇപ്പോൾ ഈ സമയത്ത്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. നിങ്ങളെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തിരിച്ചറിയുക എന്ന് പറഞ്ഞു അല്ലേ. ചില നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കറക്റ്റ് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എൻ്റെ ഇവിടെ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നത് 7 ആണ്. സോ 7 ആക്ച്വലി വരുമ്പോൾ ഇവിടെ നമ്മുടെ 7 നടക്കുന്നുണ്ട്. ജൂലൈ എൻ്റെ ആ പോർട്ടൽ നടക്കുന്നുണ്ട്, അത് എൻഡായി പോവാണ്. സോ ഈ 7 നിങ്ങളെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഒരു സ്പിരിച്വൽ ഒരു ഡെവലപ്മെൻറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. 7 ഓഫ് വൺസ് നിങ്ങൾക്ക് വേണ്ടി അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഡിഫൻസ് ആയിട്ട് നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കൂ. ഓക്കെ, നിങ്ങൾക്ക് പല ഭാഗത്തുനിന്നും പല ചാലഞ്ചസും നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടാവാം. അതിപ്പോൾ ജോലിയിലാണെങ്കിലും അഗൈൻ റിലേഷൻഷിപ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ബട്ട് അത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ സ്ട്രോങ് ആക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഓക്കെ, എന്ത് തന്നെ ചാലഞ്ചസ് വന്നാലും നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ദൈവമുണ്ട്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കരുത്. ആൻഡ് ചാലഞ്ചസ് വരുന്നത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ വേൾഡ് പറയുമ്പോഴും നമുക്കൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. ചില സൈക്കിൾസ് കംപ്ലീറ്റ് ആവുകയാണ് ഇവിടെ. ഓക്കെ, ചില സൈക്കിൾസ് എൻഡായി പോകുന്ന കാര്യം ഞാൻ ഇന്നലെയും എത്തി പറഞ്ഞിരുന്നു. ഇവിടെ ചില സൈക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ എൻഡാവുന്ന ഒരു പീരീഡാണ് ഇപ്പോൾ. ആൻഡ് അതിനുശേഷം ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ്. വേൾഡും ആക്ച്വലി എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് നമ്മൾ എടുക്കാറുണ്ട്. സോ അത് ഡെത്ത് കാർഡൊക്കെ പോലെ തന്നെയാണ്. സോ ഇവിടെ നിങ്ങളൊരു കാര്യം കംപ്ലീറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ മേ ബി വിട്ട് കളയുന്നതായിരിക്കാം, ചിലത് ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, ചിലതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊരു കംപ്ലീഷൻ എന്ന രീതിക്കാണ് എനിക്ക് എനർജി വരുന്നത്. ആൻഡ് ആ ഒരു എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ഒരു കാര്യം ചിലപ്പോൾ മനസ്സിലാക്കി ഒരു തീരുമാനമൊക്കെ എടുത്ത് ഇപ്പോൾ ജോലി അഗൈൻ ഇത് ഞാൻ ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷൻ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങളെടുത്തോളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. സോ ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ആക്ച്വലി നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ലൈക്ക് ലൈഫിനെ എല്ലാം വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സക്സസ് വരുന്നതും പറയാം. ഓക്കെ, സോ നിങ്ങൾ ഈ ചാലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുമാണ്. ആൻഡ് യെസ്, അതിനുവേണ്ടി ചില കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ ചാലഞ്ചസ് നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഫുൾ കാർഡ് ഉണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. ഇവിടെ സ്നേഹം എന്ന് പറയുന്ന രീതിക്കാണ്. ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത് മേ ബി സംബടി നിങ്ങളെ ആരെങ്കിലും കൂടെ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ ഓഫറായിരിക്കാം. ഓക്കെ, സ്നേഹം എന്ന് പറയുമ്പോൾ അതിപ്പോൾ സപ്പോർട്ട് ഫാമിലി ആരും ആവാട്ടോ. ഓക്കെ, അങ്ങനെ എന്തും ആവാം. അല്ലെങ്കിൽ ഇത് നമ്മൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ എന്നുകൂടി പറയുന്ന പോലെയാണ്. സ്നേഹം നിങ്ങൾ അവനവന് കൊടുക്കൂ എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുടെ കപ്പ് നിങ്ങൾ തന്നെ ഫിൽ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കുറേയൊക്കെ സെൽഫ് ലവിൻ്റെ കൂടി പറയും നമ്മൾ. സോ കം ടു സെൽഫ് ലവ്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തൊക്കെ. സോ ഞാൻ അതാ പറഞ്ഞ് എൻ്റെ ഇവിടെ യെസ് ഇൻഡിപെൻഡൻസി ഉണ്ട്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ തന്നെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നതായിരിക്കാം. കുറച്ച് പേര് നിങ്ങൾ തനിച്ച് എൻജോയ് ചെയ്യുന്ന രീതിക്കായിരിക്കാം. ഇവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കയ്യിലേക്കൊരു നമ്മൾ പറയും സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ഏർണിംഗ് ചിലപ്പോൾ വരാം. എന്തായാലും ഇവിടെ നിങ്ങൾ അവനവനെ കെയർ ചെയ്യൂ എന്നൊരു എനർജിയാണ് എനിക്ക് വരുന്നത്. സോ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അത് നിങ്ങളെ ഒന്ന് നിങ്ങൾക്കിപ്പോൾ അത് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം എന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട് എനിക്ക്, നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ ക്ലാഷസ് ഉണ്ടാവാം, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ബട്ട് അതെല്ലാം നിങ്ങളെ ഒരു നിങ്ങളെ ബോൾഡാണ് ആക്കുന്നത്, നിങ്ങളെ ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആണ് ആക്കുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സക്സസ് കാര്യങ്ങളെല്ലാം വരും. ഈ ഒരു പീരീഡ് നിങ്ങളൊന്ന് കടന്നു കിട്ടാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. ഓക്കെ, സോ ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, മാറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പേടിക്കുക വേണ്ട. സോ യെസ്, ചില ചാലഞ്ചസ് വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്, വിഷമം തന്നെയാണ്, എനിക്ക് മനസ്സിലാവും. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇവിടെ ആക്ച്വലി ഇത് കണ്ടോ, നമ്മൾ ഈ കണ്ണുകൊണ്ട് ശരിക്കും കരയുന്ന പോലെ പറയാം. ബട്ട് അത് ഫിൽ ചെയ്യുന്നത് സ്വന്തം കപ്പിലേക്കാണ്. ഓക്കെ, എവിടെയോ ലൈക്ക് ഇതൊക്കെ നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇവിടെ മൂണ്ട് എനർജീസ് ഉണ്ട്. സോ ഈ ഒരു ഫുൾ മൂണ്ട് എനർജി വന്നിട്ടുണ്ട് അല്ലേ. കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ ഒരു നിങ്ങൾ ആലോചിച്ചോളൂ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചോളൂ ഈ കാർഡ് കാണുമ്പോൾ.
ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് കിട്ടും. ബ്ലെസ്സിങ് ആക്ച്വലി യെസ്, ബ്ലെസ്സിങ് വരുമെന്ന് കൂടിയാണ് കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി. ബ്ലെസ്സിങ് വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട് എന്ന് കൂടിയായിരിക്കും. നിങ്ങളുടെ കപ്പ് യൂണിവേഴ്സ് ദൈവമായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തരുമെന്ന് കൂടിയായിരിക്കും. ബ്ലെസ്സിങ്സ് ആണ് അത് പറയുന്നത്. ഓക്കെ, സോ അഡ്വൈസ് കാർഡ്സ് എടുത്തേക്കാം. എന്താ പറയുന്നത്? നോക്കട്ടെ. ലേ ഓഫ് ദ ലാൻഡ്, ancestral wisdom. ഓക്കെ, deep quiet, meditational stillness, winter's dream, gestation period. Okay, empty well, time to replenish. Heart, home, compassion. Okay, ഫൈൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സി അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങളുടെ കപ്പ് എം ടി ആവരുത്. നിങ്ങൾ തന്നെ മീൻസ് നമ്മൾ വേറൊരാൾ വന്ന് നമ്മളെ ഫുള്ളാക്കും എന്ന ചിന്തിക്കൽ നിർത്താം. ഓക്കെ, നമുക്ക് വേറെ ആരെങ്കിലും വരുമ്പോഴാണ് എനിക്ക് സന്തോഷം, അവരുള്ളപ്പോഴാണ് എനിക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലാത്തപ്പോൾ ഞാൻ സാഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് ചിന്തിക്കൽ നിർത്താം. അവനവൻ്റെ കപ്പ് ടൈം ടു റിപ്ലനിഷ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾ അവനവനെ ഫിൽ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന അവസാനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ടേ? ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ? സോ ഇവിടെ ടൈം ടു റിപ്ലനിഷ്, നിങ്ങളെ തന്നെ എന്താ പറയുക, നട്ട് വളർത്താൻ നനയ്ക്കാനോ ഒക്കെ ഉള്ള സമയമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഗ്രോത്ത് നിങ്ങൾ അവനവന് കൊടുക്കാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കെയർ എല്ലാം അവനവന് കൊടുക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി അതേ തന്നെയാണ്. സെൽഫ് ലവിൻ്റെ കാര്യമാണ് പറയുന്നത്. ലേ ഓഫ് ദ ലാൻഡ്, ancestral wisdom. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ അറിവുകളും ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നോളജ് ഉണ്ട്. അത് ശരിക്കും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് തൊട്ട് പാസ് ചെയ്ത് വന്ന കാര്യങ്ങളായിരിക്കും. അതായത് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. ലൈക്ക് മീൻസ് അങ്ങനെ മാത്രമല്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറയില്ല, ഓരോരുത്തരും ഗോ ത്രൂ ചെയ്ത്, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഗോ ത്രൂ ചെയ്ത്, നിങ്ങളുടെ പൂർവികർ അവർ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ അവരും പലതും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതേപോലെ ഇപ്പം നിങ്ങളുടെ മുത്തശ്ശന്മാർ തൊട്ട് മുത്തശ്ശന്മാർ അവർ തൊട്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ പാരൻസ് വരെ ഓരോരുത്തരും അവരുടെ ഒരു ജേണിയിൽ പലതും പഠിക്കും ഇതാക്കുകയും ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ഈ ആൻസിസ്ട്രൽ വിസ്ഡം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് പാസ് ഓൺ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ആ നോളജൊക്കെ എവിടെ കിടക്കും. ഈ DNA വരും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ സയൻസ് പറയുകയാണെങ്കിൽ DNA വരും. സോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ആ നോളജ് ഉണ്ട്. ഓക്കെ, സോ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും. എൻ്റെ ഇവിടെ ഡീപ്പ് ക്വയറ്റ് മെഡിറ്റേഷൻ അതിന് ഓക്കെ ഒരു കാര്യം കൂടി ചെയ്യാം. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥനാ കാര്യങ്ങൾ പറഞ്ഞു. മെഡിറ്റേഷൻ ഇരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. മെഡിറ്റേഷൻ സാധിക്കാത്തവർ ജസ്റ്റ് കുറച്ച് ഡീപ്പ് ബ്രീത്ത്സ് എടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് സൈലൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ വെച്ച് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറയാം. ഞാൻ കാതിൽ എനിക്ക് ഇയർഫോൺസ് വെച്ച് ഞാൻ ചെവിയിൽ വെച്ച് മെഡിറ്റേഷൻ മ്യൂസിക് ജസ്റ്റ് കേൾക്കും. അപ്പോൾ ഇങ്ങനെ എനിക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം തോട്ട്സ് ഒക്കെ വരും, നമുക്ക് ചിന്തകളൊക്കെ വരും. പക്ഷേ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് നമുക്കതിനെ മാറ്റി വിടാൻ പറ്റും. നമുക്ക് തന്നെ കൺട്രോളുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, അവനവനോട് പറയാം ഇപ്പം വേണ്ട, ഇപ്പം ചിന്തിക്കേണ്ട, കുറച്ച് ഞാൻ ചിന്തിക്കാം എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനെ കുറച്ച് നേരം മെഡിറ്റേഷൻ ആൻഡ് സ്റ്റിൽനെസ്സിലിരിക്കാൻ ശ്രമിക്കാം. ജസ്റ്റേഷൻ പീരീഡ് പറയുന്നത് നമ്മൾ വിൻ്റർ ടൈമാണ്. വിൻ്ററിൽ നമ്മൾ പറയില്ലേ ഏതൊക്കെയാണ് ബെയറിന് എന്താ പറയുക, കരടി, നമ്മുടെ കരടിയൊക്കെ പോയിട്ട് വിൻ്റർ സമയത്ത് കിടന്ന് ഉറങ്ങും എന്ന് പറയില്ലേ, ഇങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയിട്ട് അവർ കുറേ കാലം കിടന്ന് ഉറങ്ങും എന്ന് പറയില്ലേ, വിൻ്റർ കഴിയുന്നവരെ എന്ന് പറയും. സോ അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്ക് ഐ തിങ്ക് മേ ബി നിങ്ങളൊരു കുറച്ച് കാലം നിങ്ങളൊരു സൈലൻസിലേക്ക് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ ഫുൾ ഒരു വിൻ്റർ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം അങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലം, കുറച്ച് സമയം നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയാം. ഓക്കെ, ഈ സൈലൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് മാറി. ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്നുള്ള രീതിയിലാണ്, അതായത് വയറിൻ്റെ ഉള്ളിൽ കുട്ടി കിടക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ആ ഒരു സമയം 9 മാസം എന്ന രീതിക്ക് എന്തോ 9 എന്ന് വന്നു. ആക്ച്വലി ഇവിടെ 9 നമ്പറും ഉണ്ട്. സോ 9 സെപ്റ്റംബർ. ഓക്കെ, മേ ബി സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്റ്റംബറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ അല്ലേ? ഇറ്റ് 9. ഓക്കെ, സോ 9 സെപ്റ്റംബർ നിങ്ങൾക്ക് ആക്ച്വലി ഇതിലും ഉണ്ട്. ഇതിലും 9 ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ 9 ഇവിടെ വന്നിട്ടുണ്ട്. സോ സംതിങ് 9 എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീഷനെ കുറിച്ചാണ് പറയുക, എന്തെങ്കിലുമൊക്കെ എൻഡിങ്ങിനെ കുറിച്ചാണ് പറയുക. ആൻഡ് എൻഡിങ്ങിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയും. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് തൽക്കാലം കുറച്ച് സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക, കുറച്ചൊന്ന് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിയുക. ഓക്കെ, ആ ഒരു സമയം കൊടുക്കൂ എന്ന രീതിയിലാണ്.
ആൻഡ് അതിനുശേഷം ഇവിടെ ഹാർട്ട്, ഹോം ആൻഡ് കമ്പാഷൻ ഉണ്ട്. അവനവനെ കെയർ ചെയ്യുക നിങ്ങൾ. ഓക്കെ, അവനവനെ ഒരു സ്നേഹത്തോടെ നിങ്ങൾ കാണുക, കരുണയോടെ നിങ്ങൾ കാണുക. ഓക്കെ, ഒരിക്കലും അവനവനെ ഒരുപാട് കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മൾ തെറ്റ് ചെയ്തു പോയി, അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോയി, ഞാൻ എൻ്റെ തെറ്റ്, അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. അവനവൻ്റെ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, തെറ്റും മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. ഓക്കെ, സോ ഇവിടെ അവനവനെ ആ ഒരു സ്നേഹത്തോടെ കാണാം. മാത്രമല്ല ഇത് ഹോം എന്ന് കാണുന്നുണ്ട് എനിക്ക്. നമ്മൾ പറയില്ലേ, ഓക്കെ, ഇത് എവിടെയോ ഒരു വീടുമായിട്ട്, ഫാമിലിയായിട്ടൊക്കെ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ഒരു ഫാമിലി ലൈഫ് വരും, ഹാപ്പി ലൈഫ് ഉണ്ടാവും എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. സോ നിങ്ങളെ കെയർ ചെയ്യുന്ന ആരെങ്കിലും അഗൈൻ എനിക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് കെയർ കിട്ടും എന്ന രീതിക്കായിരിക്കാം. സോ ഇവിടെ ഓക്കെ, നിങ്ങളോട് പറയുന്ന കുറച്ച് സമയം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക, ഒന്ന് മാറിയിരിക്കുക എല്ലാവരിൽ നിന്നും. ഓക്കെ, നിങ്ങൾ ആ ഒരു കുറച്ച് സമയം എടുത്ത് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്താ വേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിക്കാൻ സമയമെടുക്കും. MT വെൽ അഗൈൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്ന അവനവനെ കെയർ ചെയ്യൂ എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും മെസ്സേജ് വരുന്നത്. ലൈഫിൽ യെസ് ചാലഞ്ചസ് വരും, പലരും നമ്മുടെ ലൈഫിൽ വരും, പലരും വന്നു പോവും. എല്ലാം തെറ്റാണ്, മിസ്റ്റേക്സ് ആണ്, മീൻസ് എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ലെസൺ ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്പേഴ്സ് അഗൈൻ 7 ഉണ്ടായിരുന്നു. ഓക്കെ, എവിടെയും ഓക്കെ 7 വന്നിട്ടുണ്ട്. യെസ് 7 ഉണ്ട്, 9 ഉണ്ട്, ആൻഡ് 2 ഉണ്ട് ഇവിടെ. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് ആണ് ഉദ്ദേശിക്കാറ്. ഓക്കെ, എല്ലാം ഒരു ബാലൻസിലേക്ക് വരും, എല്ലാം ശരിയാവും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ കോംപ്രമൈസ് വരും. ഓക്കെ, സോ ഇവിടെ 7 ഉണ്ട്, 9 ഉണ്ട്. സോ നമ്മൾ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ എനിക്ക് വളരെ സ്ട്രോങ് ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ എന്ത് തന്നെ വന്നാലും അതെല്ലാം ഫേസ് ചെയ്യാൻ നല്ലോണം പ്രാർത്ഥന കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.